നമസ്കാരം. രാഹുൽ ഗാന്ധി സ്നേഹത്തിന്റെ കട തുറക്കാൻ ഉത്തർപ്രദേശിൽ ചെന്നപ്പോൾ ജനങ്ങൾ തന്നെ രാഹുൽ ഗാന്ധിയെ പഞ്ഞിക്കിടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. രാഹുലിന് ധൈര്യമുണ്ടോ അല്ലെങ്കിൽ നട്ടലുണ്ടോ ബംഗ്ലാദേശ് വരെ ഒന്ന് പോകാൻ? റോഡ് മാർഗം പോയാൽ മതി. പക്ഷെ അതുണ്ടാകില്ല. കാരണം അവിടെ പോയാൽ തിരിച്ചു വരുമോ എന്ന് പോലും രാഹുലിന് അറിയില്ല. പക്ഷെ യു പിയിൽ അങ്ങനെയല്ല. യോഗി സർക്കാർ ഉള്ളത് കൊണ്ട് ഒരു പോറൽ പോലും വെക്കാതെ യു പി അതിർത്തി കടന്ന് ഡൽഹിയിലേക്ക് രാഹുലിനെത്തും. അതാകുമ്പോൾ ഒരു പ്രശ്നവും രാഹുലിനുണ്ടാകില്ല. ഉത്തർപ്രദേശിലെ സംഭലിൽ സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കിയ അഭിഭാഷക സർവേ നടന്ന ചദോസി സന്ദർശിക്കാനെത്തിയ രാഹുൽ ഗാന്ധിയെ യോഗി ആദിത്യനാഥിന്റെ പോലീസ് സേന യു പി മണ്ണിൽ കാലുകുത്താൻ പോലും സമ്മതിച്ചില്ല. അവസാനം രാഹുൽ ഗാന്ധി എല്ലായിടത്തും പയറ്റുന്ന ഒരു തന്ത്രമുണ്ട്. അതേ തന്ത്രം തന്നെ ഇവിടെയും പയറ്റി. അതായത് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് കാറിന്റെ മുന്നിൽ അങ്ങിരുന്നു. കൂടാതെ കുറച്ചു നിമിഷം കഴിഞ്ഞപ്പോൾ തന്നെ കടന്നൽക്കൂട് ഇളകി വരുന്നത് പോലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധിയുടെ മുന്നിലേക്ക് എത്തി. സ്വീകരിക്കാൻ വന്നതാണെന്ന് ഒരിക്കൽ പോലും വിചാരിക്കരുത്. വൻ പ്രതിഷേധവുമായാണ് ജനങ്ങൾ ഇവരുടെ മുന്നിലേക്ക് എത്തിയത്. അവസാനം പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും ഇറങ്ങി ഓടി വണ്ടിയിൽ കയറി. ഇവർ വന്നാൽ പ്രശ്നത്തിന്റെ മൂർച്ച കൂട്ടാൻ മാത്രമേ നോക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യു പി ഭരണകൂടം നടപടിയെടുത്തത് രാഹുലിനെ സംഭൽ മേഖലയിൽ എത്താതെ തടയുക എന്നത്. എത്തിയാൽ വർഗീയ കലാപത്തിനാണ് രാഹുൽ ഗാന്ധി തിരികൊളുത്തുക എന്ന് എല്ലാവർക്കും അറിയാം. അതോടെ ലോ ആൻഡ് ഓർഡറും തകർക്കപ്പെടും. ഡൽഹി നോയിഡ അതിർത്തിയായ ഗാസിയാപൂർ പ്രദേശത്ത് ഇരുവരെയും തടഞ്ഞ് പോലീസ് റോഡിന്റെ കുറുക്കെ ബാരിക്കേഡുകൾ നിരത്തുകയായിരുന്നു. അതേസമയം ബാരിക്കേഡുകൾ നീക്കാൻ ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി. അതോടെ പോലീസ് ലാത്തിച്ചാർജ് നടത്തി. സംഭൽ സന്ദർശിച്ചാൽ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് യു പി ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും ഇത് വകവയ്ക്കാതെയാണ് രാഹുലും പ്രിയങ്കയും ഉൾപ്പെടെ സംഘം രാവിലെ 10 മണിയോടെ ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട നേതാക്കൾ അതിർത്തിയിലേക്ക് എത്തിയത്. അതിർത്തിയിലേക്ക് എത്തിയപ്പോൾ തന്നെ ഇവരെ തടയുകയും ചെയ്തു. ഇവരെ വഴിയിൽ തടയണമെന്ന് സംഭൽ ജില്ലാ മജിസ്ട്രേറ്റ് രാജേന്ദ്ര പെൻസിയ സമീപത്തെ 4 ജില്ലകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. വാഹനം തടഞ്ഞതിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നതിനായി രാഹുൽ ഗാന്ധി വാഹനത്തിൽ നിന്ന് ഇറങ്ങിയെങ്കിലും മുന്നോട്ട് പോകാൻ പോലീസ് അനുവദിച്ചില്ല. തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടി. ഇതോടെ ഹൈവേയിൽ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമായി. ആയിരക്കണക്കിന് വാഹനങ്ങളാണ് സംഭവ സ്ഥലത്ത് കുടുങ്ങിയത്. ബുലന്ദ്ഷഹർ, അംരോഹ, ഗാസിയാബാദ്, ഗൗതം ബുദ്ധ നഗർ എന്നീ ജില്ലകളിലെ പോലീസ് അധികൃതർക്കാണ് യാത്രാ സംഘത്തെ തടയണമെന്ന് നിർദ്ദേശം നൽകിയത്. അതാത് ജില്ലാ അതിർത്തികളിൽ തടഞ്ഞു നിർത്തി സംഭവത്തിൽ പ്രവേശിക്കുന്നത് തടയണമെന്നാണ് ജില്ലാ മജിസ്ട്രേറ്റ് നിർദ്ദേശം നൽകിയത്. ഈ മാസം 10 വരെ നിരോധാജ്ഞ ഉള്ളതിനാൽ ആർക്കും പുറത്തുനിന്ന് വരാൻ കഴിയുകയില്ല എന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. സാധാരണ നിലയിൽ സംഭലിൽ രാഹുൽ ഗാന്ധി എത്തുന്നത് പ്രകോപനത്തിന് കാരണമാകുമെന്ന് പറഞ്ഞാണ് സന്ദർശനം റദ്ദാക്കാൻ മുരാദാബാദ് ഡിവിഷൻ കമ്മീഷണർ അഞ്ജനയ കുമാർ സിംഗ് ആവശ്യപ്പെട്ടത്. സാധാരണ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് വന്നു കഴിഞ്ഞാൽ കടത്തിവിടും. അവിടെ പ്രശ്നം വഷളാക്കില്ല എന്ന് കോടതിക്കും യു പി സർക്കാരിനും ഉറപ്പുള്ളത് കൊണ്ട്. പക്ഷെ രാഹുൽ ഗാന്ധി അങ്ങനെയല്ല. എവിടെ എന്ത് ഏത് സമയത്ത് ഉപയോഗിക്കുമെന്ന് ആർക്കും അറിഞ്ഞൂടാ. കാരണം പ്രയോഗിക്കുന്നത് നല്ല കാര്യമായിരിക്കില്ല, കൂടുതൽ വഷളാക്കാൻ, അതായത് കാര്യങ്ങൾ കൂടുതൽ അതീവ വഷളാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതീവ ഒരു പ്രശ്ന സുരക്ഷ ഭീഷണിയിലേക്ക് കാര്യങ്ങൾ എത്തും. രാഹുൽ ഗാന്ധി അവിടെ വന്നു പോയാൽ പിന്നെ ലോ ആൻഡ് ഓർഡർ തകിടം മറിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഒരു ഭ്രാന്തനെ പോലെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന ഒരു രീതിയാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറെ വർഷങ്ങളായി രാജ്യത്ത് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്തും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് എന്തും പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ലോ ആൻഡ് ഓർഡർ അവിടെ ഒരു നഷ്ടപ്പെടരുത് അല്ലെങ്കിൽ ഒരു സുരക്ഷാ ഭീഷണി അവിടെ ഉണ്ടാകരുത് എന്ന് കരുതിയാണ് കോടതി ഉൾപ്പെടെ ജില്ലാ മജിസ്ട്രേറ്റ് ഉൾപ്പെടെ രാഹുലിനെ പ്രിയങ്ക അവിടെ തടയുക എന്ന രീതിയിലേക്ക് എത്തിയത്. കാരണം രാഷ്ട്രീയ കളികൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ യു പിയിലേക്ക് വന്നത്. അല്ലാതെ ആ പ്രശ്നം പരിഹരിക്കണം എന്നൊരു ഒരു ആത്മ ഒരു ആത്മാർത്ഥത കൊണ്ടല്ല രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവിടെ വന്നത്. യു പി സർക്കാരിനെതിരെ ജനങ്ങളെ തിരിക്കുക, യോഗി സർക്കാരിനെതിരെ ജനങ്ങളെ തിരിക്കുക, ആ ഒരൊറ്റ ലക്ഷ്യമാണ് അവർ രണ്ടുപേരുടെയും മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവർ അവിടേക്ക് എത്തിയത്. ഇത്തിരിയെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അവർ ബംഗ്ലാദേശിൽ പോകുമായിരുന്നു, അല്ലെങ്കിൽ പാർലമെന്റിൽ ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവങ്ങൾ, ഹിന്ദുക്കൾക്കെതിരെ ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അവിടെ ഉയർത്തുമായിരുന്നു.